അവർ 10,000 രൂപ കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ച് വോട്ട് ചെയ്തു പോയി പാവങ്ങൾ. രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്ര നടത്തി, വോട്ടെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകാണെന്ന് പറഞ്ഞ് യാത്ര നടത്തി. നരേന്ദ്രമോദി വോട്ട് വാരി യാത്രയും നടത്തി. നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും രാജ്യത്തിൻ്റെ വികസനമാണ് കാംക്ഷിക്കുന്നത്, അവർ വർഗീയതയല്ല കാംക്ഷിക്കുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലവും പ്രഖ്യാപിച്ചു. NDA സഖ്യം ഉജ്ജ്വലമായ വിജയം നേടിയിരിക്കുകയാണ്. ഈ വിജയത്തെ പല ആളുകളും, പല രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളും കാണുന്നത് വ്യത്യസ്തമായ ആംഗിളിലൂടെയാണ്. വിജയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, മറിച്ച് ഈ വിജയത്തെ എങ്ങനെ നമ്മുടെ മാധ്യമങ്ങൾ കാണുന്നു, എങ്ങനെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ കാണുന്നു എന്നുള്ളതാണ്. പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞനുസരിച്ച് ചിലർ പറയുന്നു നിരക്ഷരരായ ഗ്രാമീണരുടെ നാടാണ് ബീഹാർ. അവർ 10,000 രൂപ കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ച് വോട്ട് ചെയ്തു പോയി പാവങ്ങൾ. അതാണ് ഒരു ആർഗ്യുമെൻ്റ്. മറ്റൊരു ആർഗ്യുമെൻ്റ്, വോട്ടേഴ്സിൽ നിന്നും വ്യാപകമായി ആളുകളെ മാറ്റി നിർത്തി. മറ്റൊന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വോട്ട് ചെയ്യിക്കാനായി 2-3 ട്രെയിൻ നിറയെ ആളുകൾ ബീഹാറിലേക്ക് പോരുമായിരുന്നു. അത് പറഞ്ഞത് മഹാനായ കപിൽ സിബൽ എന്ന് പറയുന്ന അഭിഭാഷകനാണ്. ഇങ്ങനെ പല ആളുകളും പലതരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുന്നത്. ചുരുക്കം ചില ആളുകളെങ്കിലും ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച്, ഒരു സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധമില്ലാതെ സംസാരിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ്സുകാർ കൃത്യമായി ബീഹാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പഠിക്കണം, അവരുടെ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കാത്തൊരു രാഷ്ട്രീയ നേതാവിന് ഒരു കാരണവശാലും ഒരു ജനതയെയും നയിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിക്ക് അത് പഠിക്കാനുള്ള ഐക്യമില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഞാൻ ഒഴിച്ചു നിർത്തുന്നു. പക്ഷെ വളരെ സമർത്ഥന്മാരായ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. ശശി തരൂരിനെ പോലുള്ള നേതാക്കന്മാർ അഖിലേന്ത്യാ തലത്തിലുമുണ്ട്. അപ്പോൾ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഡയാമിസിരട്ടകളാണ്. അവരെ ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരിൽ നിന്നൊന്നും ഒരു നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവരെപ്പോഴും മറ്റുള്ള ആളുകളിൽ കുറ്റം കണ്ട് അവരിലെ കുറ്റം ചാർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളാണ്. രാഹുൽ ഗാന്ധി കുറേ കാലമായിട്ട് തന്നെ അതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഏതാണ്ട് 95-96 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പലയിടത്തായിട്ട് പോയിട്ടുണ്ട്. ഇതിൽ 95 പ്രാവശ്യവും രാഹുൽ ഗാന്ധി നയിച്ച തെരഞ്ഞെടുപ്പിൽ പരാജയമാണ് കണ്ടത്. അതിൻ്റെ കാര്യം ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. ബീഹാറിൻ്റെ ചരിത്രമെങ്കിലും കൃത്യമായി കോൺഗ്രസ്സുകാർ പഠിക്കണം. നിങ്ങളാരും ധരിക്കുന്ന പോലെ ബീഹാർ ദരിദ്രരുടെ മാത്രം ഒരു നാടല്ല, നിരക്ഷരരുടെ മാത്രം നാടല്ല അത്. അതിന് വലിയൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ബീഹാറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ബീഹാറിനെ പോലെ ചരിത്ര പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വളരെ ചുരുക്കമാണ്. ഇന്ത്യയിലെ 2ാമത്തെ വലിയ സംസ്ഥാനമാണ് ബീഹാർ. ഈ ബീഹാറിലാണ് ബുദ്ധൻ ജയിച്ച ബുദ്ധഗയ ഉള്ളത്. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കുന്നത് ബീഹാറിലെ ചമ്പാരനിലുള്ള നീലം കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. അതിന് വേദിയായതും ബീഹാറാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡൻ്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം ബീഹാറുകാരനായിരുന്നു. സമ്പൂർണ്ണ വിപ്ലവത്തിലൂടെ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയ ജയപ്രകാശ് നാരായൺ, അദ്ദേഹവും ബീഹാറുകാരനായിരുന്നു. അതുപോലെ തന്നെ ബീഹാറിൽ കണ്ട ഏറ്റവും വലിയ നേതാവായിരുന്ന കർപ്പൂരി ഠാക്കൂർ. കർപ്പൂരി ഠാക്കൂറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹമാണ് ഒരു സംസ്ഥാനത്ത് ആദ്യമായി പിന്നാക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്നത്. ബീഹാറിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബീഹാറിലെ പിന്നാക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്നത്. ബീഹാറിൻ്റെ ഒരു പ്രത്യേകത, 50% ബീഹാറിലെ ജനസംഖ്യ പിന്നാക്കക്കാരാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ കർപ്പൂരി ഠാക്കൂർ ബീഹാറിൽ സംവരണം ഏർപ്പെടുത്തി, പിന്നാക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തി. അതുപോലെ തന്നെ ബീഹാറിൻ്റെ പ്രത്യേകത, ബീഹാറിനെ പലരും പഠിക്കുന്നത് ജാതി രാഷ്ട്രീയത്തിൻ്റെ നാടാണ് എന്ന നിലയിലാണ്. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, അവിടെ ബീഹാറുകാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവരുടെ നേതാവായ കർപ്പൂരി ഠാക്കൂർ, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യക്താവായിരുന്നു കർപ്പൂരി ഠാക്കൂർ. അദ്ദേഹം പിന്നാക്ക വിഭാഗത്തിലെ ഏറ്റവും ചുരുങ്ങിയ ആളുകൾ മാത്രമുള്ള നൈന എന്ന് പറയുന്ന സമുദായത്തിലെ ജനിച്ചു വളർന്ന ആളാണ് കർപ്പൂരി ഠാക്കൂർ. കേരളവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ
ഈ ബാർബർ സമുദായക്കാർ ആണ് ബീഹാറിലെ നൈന എന്ന് അറിയപ്പെടുന്നത്. ജനസംഖ്യ കുറവാണ് അവർ. ആ കർപ്പൂരി ഠാക്കൂറിനെയാണ് ബീഹാറിലെ ജനത അംഗീകരിക്കുന്നത്. ആ കർപ്പൂരി ഠാക്കൂറാണ് 1970-ലും 77-ലും 2 പ്രാവശ്യം ബീഹാറിലെ മുഖ്യമന്ത്രിയായത്. ലാലു പ്രസാദ് രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ബീഹാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു 1999-ൽ. അവിടെ ആ 99-ൽ ആരംഭിച്ച ലാലുവിൻ്റെ ഭരണം അതിനെ അറിയപ്പെടുന്നത് ജംഗിൾ രാജ് എന്നായിരുന്നു. ഇന്നും ബീഹാറിൻ്റെ പേടി സ്വപ്നമാണ് ജംഗിൾ രാജ്. ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ എത്തിയ നരേന്ദ്രമോദി പല പ്രാവശ്യം ബീഹാറിലെ ജനങ്ങളെ ഓർപ്പിച്ചത് നിങ്ങൾക്ക് ജംഗിൾ രാജിലേക്ക് മടങ്ങിപ്പോകണം, ലാലുവിൻ്റെ മകൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വൃത്തികെട്ട ഗവൺമെൻറ് അധികാരത്തിൽ വരണം, നിങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുന്ന ഒരു ഗവൺമെൻറ് അല്ലേ ആവശ്യം, വികസനം കൊണ്ടുവരുന്ന ഒരു ഗവൺമെൻറ് അല്ലേ ആവശ്യം. അതാണ് ബീഹാറുകാർ അംഗീകരിച്ചത്. 1999-ൽ ബീഹാറിലെ മുഖ്യമന്ത്രിയായി വന്ന ലാലു പ്രസാദ് വെറും 359 ദിവസം മാത്രമേ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിഞ്ഞുള്ളൂ. ആ 350 ദിവസം കൊണ്ട് കാലിത്തീറ്റ കുംഭകോണം നടത്തി ശതകോടികളാണ് ഈ മനുഷ്യൻ സമ്പാദിച്ചത്. കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചു, ജയിലിൽ കിടക്കേണ്ടി വന്നു. കോടതി ശിക്ഷിച്ച് ലാലുവിനെ ജയിലിൽ അയക്കുമ്പോൾ ലാലു എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഭാര്യ, എഴുതാനും വായിക്കാനും അറിയാത്തൊരു പാവം സ്ത്രീയാണ്, റാബറി ദേവി, അവരെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. ഇതൊക്കെ ബീഹാറുകാർ കണ്ടുകൊണ്ടിരിക്കുക, നിരക്ഷരരായ ദരിദ്രരായ ബീഹാറുകാർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ ഈ RJയുടെ നേതാവ് ലാലു പ്രസാദ് നടത്തിയ ഈ തോന്നിവാസങ്ങളൊക്കെ, അതിനെയാണ് ജംഗിൾ രാജ് എന്നറിയപ്പെട്ടിരുന്നത്. അവസാനം ലാലുവിൻ്റെ കൂടെ നിന്ന് ലാലുവിൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാരായിരുന്നു നിതീഷ് കുമാറും അതുപോലെ തന്നെ ജോർജ് ഫെർണാണ്ടസും ഒക്കെ ലാലുവിൻ്റെ അഴിമതിയിലെ, സ്വജനപക്ഷപാതത്തിലെ, അഹങ്കാരത്തിലെ, ധാർഷ്ട്യത്തിലെ മനമെടുത്താണ് അവരെ ലാലുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് വേറെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തലമുറ കൈമാറി നിൽക്കുന്ന ഒരു ഓർമ്മയാണ് ലാലുവിൻ്റെ ജംഗിൾ രാജ്. അത് ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമായി. ഈ പ്രാവശ്യം RJDയെ നയിക്കാൻ അദ്ദേഹം ആരെയാണ് ചുമതലപ്പെടുത്തിയത്? അദ്ദേഹത്തിൻ്റെ മകനായ തേജസ്വി യാദവിനെ. അപ്പം 2 മക്കളുടെ ചേർന്നുള്ള ഒരു പ്രചരണമാണ് നടത്തിയത്. ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവും സോണിയാഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിയും രണ്ടുപേരും ഒരേ നുഖത്തിൽ വെച്ച് കെട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ആളുകളാണ്. അവരുടെ പൈതൃകവും അങ്ങനെയാണ്. അഴിമതിയുടെ പൈതൃകം, അക്രമത്തിൻ്റെ പൈതൃകം. ആ പൈതൃകം ആ 2 പേർക്കുള്ളത്. അവർ 2 പേരും കൂടെ ഇറങ്ങി വലിയ പ്രചരണം നടത്തി, മാധ്യമങ്ങളുടെ പിന്തുണ നേടി, ദൃശ്യ മാധ്യമങ്ങളെ കയ്യിലെടുത്ത് ഒരു വലിയ പ്രചരണം നടത്തിയാൽ നിരക്ഷരരായ പാവപ്പെട്ട ബീഹാറികളെ കളിപ്പിക്കാം എന്നാണ് അവർ ധരിച്ചത്. അതാണ് തെറ്റിപ്പോയത്. ലാലു മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം LK അദ്വാനിയെ അറസ്റ്റ് ചെയ്തതാണ്. രഥയാത്രയുമായി വന്ന LK അദ്വാനിയെ സമസ്തിപൂരിൽ വെച്ച് ലാലു പ്രസാദ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ ലാലു പറഞ്ഞൊരു കാര്യം, ശ്രീരാമൻ്റെ രഥം കൃഷ്ണൻ്റെ നാട്ടിലൂടെ ഓടാൻ അനുവദിക്കില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ യാദവര് കൃഷ്ണൻ്റെ വംശക്കാരാണ്. ശ്രീരാമ രഥമാണ് വന്നത്, അയോധ്യയുമായി ബന്ധപ്പെട്ടാണ് രഥം വന്നത്. അത് ഇവിടെ ബീഹാറിലെ കൃഷ്ണൻ്റെ നാട്ടിൽ ഓടാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. അവസാനം ലാലുവിന് എന്ത് സംഭവിച്ചു? ലാലു ഇന്ന് ഈ ബീഹാർ രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും എത്തിയോ? ആരെങ്കിലും ലാലുവിനെ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹം പിന്നിലാണ്, തേജസ്വി യാദവ് പിന്നിലാണ്, ഒരുപക്ഷെ ജയിക്കുമായിരിക്കും, പിന്നിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബീഹാറിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ബീഹാറിലെ ജാതി രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ജാതി രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ജാതി രാഷ്ട്രീയം മാത്രമല്ല. കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളത്തിൽ ജാതി രാഷ്ട്രീയമില്ലേ? ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നില്ലേ? മതത്തിൻ്റെ പേരിൽ മാത്രം ഒരു ജില്ല ഉണ്ടായില്ലേ? അതെല്ലാം കേരളത്തിലല്ലേ നടക്കുന്നത്? ബീഹാർ അതൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ ബീഹാറിലെ ജാതി രാഷ്ട്രീയമുണ്ട്. ബീഹാറിലെ ജനസംഖ്യയുടെ 50% പിന്നാക്കക്കാരാണ്. അവരിലെ 16% യാദവരാണ് ഏറ്റവും കൂടുതലുള്ള ആളുകൾ. അതുകൊണ്ടാണ് യാദവർക്ക് ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു മുൻതൂക്കമുള്ളത്. ലാലു പ്രസാദും അതുപോലെ തന്നെ ഈ സംവരണ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളും ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചിരുന്നതിൻ്റെ കാപട്യം തുറന്നു കാണിക്കാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടം. പിന്നോക്കക്കാർക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന സംവരണത്തിൻ്റെ ആനുകൂല്യം യാദവരടക്കം പിന്നോക്കക്കാരിലെ മുന്നോക്കക്കാരെ കൈവശപ്പെടുത്തി വെച്ചപ്പോൾ അതിന് തൊട്ടു പിന്നിൽ നിൽക്കുന്ന മറ്റ് സമുദായങ്ങൾ ഒരുപാടുണ്ട്. അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വന്നപ്പോൾ അവരതിനെ റെസിസ്റ്റ് ചെയ്തു.
അങ്ങനെ അവർ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പിളർന്ന് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി വേറെ ഒരു ഗ്രൂപ്പായിട്ട് മാറി അവർ വിലപേശാൻ തുടങ്ങി. അപ്പോൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ലാലുവിൻ്റെ തന്ത്രമേ അവിടെ പൊളിഞ്ഞു. പിന്നെ ഉള്ളത് ദളിതരായിരുന്നു. ദളിതരുടെ കൂട്ടത്തിലും സമ്പന്നന്മാരായ ദളിത് നേതാക്കന്മാരുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെ എത്ര കോടി രൂപയുടെ സ്വത്തുള്ള ഒരാളാണ്. മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് രാഷ്ട്രീയം തുടങ്ങുമ്പോൾ എന്ത് സൗകര്യമായിരുന്നു ഉണ്ടായിരുന്നത്, എത്ര സ്വത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെയുടെ സ്ഥിതി എന്താണ്? നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം എത്രയോ കാലമായിട്ട് എം പിയാണ്. 1, 2, 3 പ്രാവശ്യം എം പി ആയിട്ടിരുന്ന് അദ്ദേഹം മാറിക്കൊടുത്താൽ മറ്റ് ഒരാൾക്ക്, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ തന്നെ മറ്റൊരാൾക്ക് എം പി ആയിട്ടും വളർന്നു വന്നുകൂടെ? ദളിതർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സംവരണം സമ്പന്നരായ ഒരു പറ്റം ദളിതർ തട്ടിയെടുക്കുന്നു എന്ന് വന്നപ്പോൾ ദളിതർ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിലെ മഹാദളിതന്മാർ മറ്റൊരു ഗ്രൂപ്പായിട്ട് നിന്ന് അതിനെ റെസിസ്റ്റ് ചെയ്തു. നിതീഷ് കുമാർ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കും മഹാദളിതർക്കും പ്രത്യേകം സംവരണം ഏർപ്പെടുത്തിയതോടുകൂടി ഈ ജാതി കാർഡ് ഉപയോഗിച്ചുള്ള ലാലു പ്രസാദിൻ്റെ കളി അവിടെ അവസാനിച്ചു. അങ്ങനെയാണ് ജാതി കൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ പരാജയപ്പെടുത്തിയത്. അതോടുകൂടി പിന്നോക്കക്കാരുടെ മിശിഹയാണ് താന് എന്നുള്ള ലാലുവിൻ്റെ നാട്യം അത് അവിടെ അവസാനിക്കുകയായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. ബീഹാറിന് നെടുകയും കുറുകയും ധാരാളം റോഡുകൾ, പുതിയ പാലങ്ങൾ, പുതിയ സ്കൂളുകൾ, പുതിയ സർക്കാർ സ്ഥാപനങ്ങൾ, ഇതെല്ലാം വന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നാട്ടിലുണ്ടാകുന്ന മാറ്റം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നമുക്കൊക്കെ കയറാൻ ഭാഗ്യം കിട്ടിയത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. അല്ല, ലാലു പ്രസാദിനെ പോലെ ഒരു കള്ളനായിരുന്നു റെയിൽവേ മന്ത്രിയെങ്കിൽ പഴയ ട്രെയിനിൽ നമുക്ക് സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു. അതുണ്ടാകാതെ പോയത് നരേന്ദ്രമോദിയെ പോലെ ദീർഘവീക്ഷണമുള്ള, അഴിമതിയുടെ കറപുരളാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് കിട്ടിയത് കൊണ്ടാണ്. ഇത് ബീഹാറിലെ ജനങ്ങളും തിരിച്ചറിയും. ബീഹാറികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഭീകരമായ ഓർമ്മ ലാലുവിൻ്റെ കാലഘട്ടത്തിലെ ജംഗിൾ രാജായിരുന്നു. അവരുടെ ജീവനുറപ്പില്ല, സ്വത്തിനുറപ്പില്ല, ഗുണ്ടകളുടെ ദാക്ഷിണ്യത്തിലായിരുന്നു ഗ്രാമീണരായ ആളുകൾ ജീവിതം. ഇതെല്ലാമാണ് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മഹാഗഡ്ബന്ധനും ഒക്കെ പരാജയപ്പെടാനുള്ള കാരണം. ഇതാണ് ലാലുവിൻ്റെ ജംഗിൾ രാജ് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു. നരേന്ദ്രമോദിക്കും നിതീഷ് കുമാറും ചേർന്നുള്ള സഖ്യത്തിന് എന്നേക്കുമായി അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദി വർഗീയവാദിയാണ്, വർഗീയത പടർത്തുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടില്ല എന്ന് പറഞ്ഞ ആളാണ് നിതീഷ് കുമാർ. ഇന്ന് നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ പിന്നിലല്ലേ നിൽക്കുന്നത്? നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു പ്രധാന ആള് നിതീഷ് കുമാർ അല്ലേ? അടിസ്ഥാനപരമായി ഈ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ നോക്കുമ്പോൾ അവരടിസ്ഥാനപരമായി രാജ്യസ്നേഹികളാണ്. അവർക്ക് രാഷ്ട്രീയമുണ്ട്, അധികാരം വേണം, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒറ്റയൊരു നേതാവേ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടിട്ടുള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. കാരണം അദ്ദേഹം ഇന്ത്യക്കാരനല്ല, അതാണ് എൻ്റെ പ്രശ്നം. മറ്റുള്ളവരൊക്കെ ഇന്ത്യക്കാരാണ്, രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ച ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇത് വോട്ട് ചോരി യാത്ര നടത്തിയില്ലേ രാഹുൽ ഗാന്ധി? എന്താ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്ര നടത്തി, വോട്ടെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു യാത്ര നടത്തി. നരേന്ദ്രമോദി വോട്ട് വാരി യാത്രയും നടത്തി. നിങ്ങൾക്ക് നൽകിയ വികസനം, നിങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും നൽകിയ സുരക്ഷ, നിങ്ങളുടെ സ്ത്രീകൾക്ക് നൽകിയ പരിരക്ഷ, നിങ്ങളുടെ പെൺമക്കൾക്ക് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പരിപാടികൾ, സ്കോളർഷിപ്പ് പരിപാടികൾ, മുദ്രാ ലോണിലൂടെ നിങ്ങളുടെ ആളുകൾക്ക്, പിന്നോക്കക്കാരും മുസ്ലിങ്ങളും എല്ലാവരും അടക്കമുള്ള ആളുകൾക്കാണ് ഇതൊക്കെ കിട്ടിയത്. എൻ ഡി എ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പരിപാടിയും ഏതെങ്കിലും ഒരു മതത്തിനോ സമുദായത്തിനോ വേണ്ടി ആയിരുന്നില്ല. അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയവർക്കൊക്കെ മനസ്സിലായി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും രാജ്യത്തിൻ്റെ വികസനമാണ് കാംക്ഷിക്കുന്നത്, അവർ വർഗീയതയല്ല കാംക്ഷിക്കുന്നത്. പക്ഷേ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ച് നിർത്തി കാര്യം നേടാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 50% പിന്നാക്കക്കാരുള്ള ഒരു സംസ്ഥാനത്ത് 100% സംവരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് സീറ്റ് 5 എണ്ണമാണ് കിട്ടിയത്. 5 സീറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്, 4 5 സീറ്റ്. അതുപോലെ തന്നെ പട്ടാളത്തിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. അയാളെ സപ്പോർട്ട് ചെയ്യാൻ പിന്നോക്കക്കാർ തയ്യാറായ, രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ പിന്നോക്കക്കാർ തയ്യാറായില്ല. ജനങ്ങൾക്കൊക്കെ, സ്ത്രീകൾക്കൊക്കെ 30,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു. 30,000 അല്ല 3 ലക്ഷം കൊടുത്താലും ഈ കാലിത്തീറ്റ കെട്ട കള്ളൻ്റെ അവരുടെ ജംഗിൾ രാജ് ഒരു കാരണവശാലും വീണ്ടും വരാൻ അനുവദിക്കില്ല എന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവർ എൻ ഡി എക്ക് വോട്ട് ചെയ്തത്. ഇതൊക്കെയാണ് തിരിച്ചറിയേണ്ടത്. പക്ഷേ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.
അവരിപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ ഗൈഡ് ലൈൻസിലാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വോട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തുടങ്ങിയപ്പോൾ തൊട്ട് പല ചാനലുകൾ മാറി മാറി കണ്ട ഒരാളാണ്. മലയാള മനോരമ ചാനലിൽ വന്ന ഒരു ആൾക്ക് അതിൻ്റെ അവതാരകനായുടെ പേരെനിക്കറിഞ്ഞുകൂടാ. ഈ ഭൂരിപക്ഷം എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് അയാളുടെ സംശയം. കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഭൂരിപക്ഷം കിട്ടിയത്. മനോരമ പത്രം മുതലാളിക്ക് ഇഷ്ടമല്ലാത്തൊരു ഗവൺമെൻറ് ബീഹാറിൽ വന്നു. ഈ ദിവസക്കൂലിക്കോ അല്ലെങ്കിൽ മാസക്കൂലിക്കോ ജോലി ചെയ്യുന്നവന് മുതലാളിയുടെ വികാരം പ്രകടിപ്പിച്ചേ പറ്റുള്ളൂ. അതിലൊരു വനിത വന്നിരുന്ന് അവരും എന്തൊക്കെയോ പുലമ്പേച്ചു പോയി. അവരുടെയൊക്കെ മുഖം, അവരുടെയൊക്കെ ശരീരഭാഷ നോക്കിയാൽ ഈ വിജയത്തിൽ അവർ അസ്വസ്ഥരാണ്. മലയാള മനോരമ അസ്വസ്ഥരാണ്, മുതലാളിയും അസ്വസ്ഥരാണ്, മുതലാളിയുടെ ഉപ്പും ചോറും തിന്നുന്ന അവിടുത്തെ തൊഴിലാളി അസ്വസ്ഥരാണ്. പിന്നെ വേറൊരു മഹത്തായ ചാനലുണ്ട്, മീഡിയ വൺ. മീഡിയ വൺ മൗദൂദിയുടെ മഹത്തായ ആശയങ്ങൾ ഇന്ത്യ നടപ്പിലാക്കാൻ നിൽക്കുന്ന ആളുകളാണ് മീഡിയ വണ്ണിൻ്റെ ആളുകൾ. അവരെ വിജയം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവരെ ഈ ഫോക്കസ് ചെയ്തത് മുഴുവനും ഏതോ ഒരു പത്മരാജനെ, BJP നേതാവ് പത്മരാജനെ കോടതി ശിക്ഷിച്ചു, കോടതി കുറ്റവാളിയെന്ന് കണ്ടെത്തി. പത്മരാജൻ ഇവർ കൊടുത്ത, മീഡിയ വൺ കൊടുത്ത ഒരു പ്രാധാന്യം കണ്ടപ്പോഴേ, ഞാൻ പത്മരാജൻ്റെ പേര് കേട്ടിട്ടില്ല, അത് അന്വേഷിച്ച് നോക്കി പത്മരാജൻ ആരാണെന്ന്. തൃപ്രയാർ ഗ്രാമപഞ്ചായത്തിലെ BJP പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് എന്ന് അറിഞ്ഞു പത്മരാജൻ. അപ്പം അതാണ് പത്മരാജൻ്റെ ഇത്രയും വലിയ പ്രാധാന്യം കിട്ടാനുള്ള ഒരു കാരണം. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ, മീഡിയ വണ്ണിൻ്റെ ഈ പ്രചരണം കേട്ടപ്പോൾ, ഒന്നി പത്മരാജനെ പിന്നെ കേരളത്തിലെ BJP നേതാവാകാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ BJP നേതാവായിരിക്കാം, അല്ലെങ്കിൽ നഡ്ഡയ്ക്ക് പകരം വരാൻ പോകുന്ന ഒരാളായിരിക്കും എന്നൊക്കെ തോന്നുന്ന മട്ടിലാണ് അവർ പ്രചരണം നടത്തിയത്. പിന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കൃത്യമായ വിശകലനം, അടുപ്പുകൂട്ടി ചർച്ചയിൽ നമുക്ക് കേൾക്കാം. അത് വളരെ കറക്റ്റായിരിക്കും. അവർ പറയും എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ജയിച്ചെന്നുള്ള അടുപ്പുകൂട്ടി ചർച്ചയിൽ 3 ബുദ്ധിജീവികളുണ്ട്, അവർ വന്നിട്ട് കൃത്യമായിട്ട് നമ്മളെ ധരിപ്പിക്കും. എന്തായാലും ഈ അടുപ്പുകൂട്ടി ചർച്ചയും മീഡിയ വണ്ണൊക്കെ ഉള്ളത് കൊണ്ടാണ് വലിയ തലവേദനയൊന്നുമില്ലാതെ BJPക്ക് കൃത്യമായി കേരളത്തിൽ വേരോടിക്കാൻ കഴിയുന്നത്. അതവിടെ നിൽക്കട്ടെ. റിപ്പോർട്ടർ ചാനൽ എന്തായാലും മൊട്ടയ്ക്ക് ഈ ഒരു ബ്രാഹ്മണിക്കൽ ഹെജ്മണി അവിടെ കാണാൻ പറ്റിയില്ല. ബീഹാറിലെ 50% വരുന്ന പിന്നോക്കക്കാരുള്ള സ്ഥലത്ത് പിന്നോക്കക്കാർ മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ മാറി മാറി 2 മുഖ്യമന്ത്രിയും പിന്നോക്കക്കാരന്മാരായിരുന്നു. ലാലു പ്രസാദും പിന്നോക്കക്കാരനായിരുന്നു, തേജസ്വി യാദവ് പിന്നോക്കക്കാരനാണ്, നിതീഷ് കുമാർ പിന്നോക്കക്കാരനാണ്. അവർക്ക് വലിയ നിർണായകമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. എത്രയോ കാലമായിട്ട് പിന്നോക്കത്തിൽപ്പെട്ട നേതാക്കന്മാരവിടെ ഭരിക്കുന്നുണ്ട്. അവർ പിന്നോക്കക്കാരായതുകൊണ്ടല്ല ഭരിക്കുന്നത്, അവർ ജനകീയ നേതാക്കന്മാരായതുകൊണ്ടാണ് ഭരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, ബീഹാറിലെ ബ്രാഹ്മണിക്കൽ ഹെജിമണി കാണാൻ മൊട്ടയ്ക്ക് കഴിയാഞ്ഞത് മഹാഭാഗ്യം, ബ്രാഹ്മണ മഹാഭാഗ്യം. എന്നാലും അദ്ദേഹത്തിന് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. അത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരികൾക്കിടയിലൂടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി മാതൃഭൂമിയിലോട്ട് പോയപ്പോൾ, മാതൃഭൂമി പലപ്പോഴും ആവർത്തിച്ച് പിന്നെ കൊടുത്തുകൊണ്ടിരുന്നത് CPM സ്ഥാനാർത്ഥി മുന്നിലാണ് എന്നുള്ളതാണ്. CPM സ്ഥാനാർത്ഥി അവരാരോ 3-4 സീറ്റിലും കണ്ട മത്സരിക്കുന്നത്, ഒരു സീറ്റ് ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം മുന്നിലാണെന്നുള്ളതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം മാതൃഭൂമി കൊടുത്തത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് കൈരളി ചാനലിൻ്റെ പ്രതികരണമായിരുന്നു. കാരണം അവർ യാഥാർത്ഥ്യബോധത്തോടുള്ള പ്രതികരണമാണ് കൈരളി ചാനൽ നടത്തിയത്. അവർ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ ഒക്കെ പറഞ്ഞത്, പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞത്, തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായിരുന്നു ബീഹാറിൽ. പക്ഷേ ഈ തൊഴിലില്ലായ്മ ഒരു വിഷയമായി ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല. കാരണം പണ്ടും തൊഴിലില്ലായ്മ പ്രശ്നമാണ്. ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറ്റക്കാരായ തൊഴിലാളികൾ ബഹുഭൂരിപക്ഷം ബീഹാറികളാണ്. 40 ലക്ഷം ബീഹാറുകാരാണ് അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിനോടെ ചേർന്ന് ഈ അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന 40 ലക്ഷത്തിൽ കുറച്ച് ആളുകൾ ബീഹാറിലേക്ക് വന്ന് വോട്ട് ചെയ്യാനായിട്ട്, അതാണ് കപിൽ സിബൽ എന്ന് പറയുന്ന മഹാനായ ഒരു അഭിഭാഷകൻ കണ്ടെത്തിയത്. ഈ BJP ട്രെയിൻ വാടകയ്ക്കെടുത്ത് ബീഹാറികളെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇത്തരം അഭിഭാഷകരെ കുറിച്ച് നമ്മളിപ്പോൾ എന്താ പറയുന്നത്? 40 ലക്ഷത്തിൻ്റെ ഒരു ചെറിയ ശതമാനമേ ബീഹാറിൽ തിരിച്ചെത്തിയുള്ളൂ വോട്ട് ചെയ്യാനായിട്ട്. അത് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായിട്ട് അവർ പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു സമീപനമായി കാര്യത്തെക്കുറിച്ചുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൈരളി ചാനൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, 10,000 രൂപ പെൻഷൻ കൊടുത്തത് ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്വാധീനിച്ച് കാണും. CPM ഇപ്പോൾ ഇതിന് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനോടത്ത് എന്തിനാണ് DA പ്രഖ്യാപിച്ചത്? വോട്ട് കിട്ടാനാണോ കിട്ടാതിരിക്കാനാണോ? വോട്ട് വാങ്ങിക്കാനാണല്ലോ. അത് വളരെ പ്രകടമല്ലേ. CPM ഇവിടെ ചെയ്യാമെങ്കിൽ ബീഹാറിലെ നിതീഷ് കുമാർ ചെയ്തുകൂടെ? അപ്പോൾ 2 കാര്യങ്ങളും ഒരുപോലെയുള്ള, അല്ല അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ സാമൂഹ്യ പെൻഷൻ കൂട്ടിയത് കൊണ്ട് ഇനി എത്രമാത്രം പ്രയോജനം CPM കിട്ടും എന്നുള്ളതിന് 2026 കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ശരി, ആനുകൂല്യങ്ങൾ കൊടുത്തതിൻ്റെ ചെറിയ ഒരു പ്രതികരണമെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അവർക്ക് പ്രതീക്ഷിക്കാം. കൈരളി ചാനൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത ബീഹാറിലെ മുസ്ലിങ്ങൾ എൻ ഡി എക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് വളരെ വാസ്തവമാണ്. അവർ നിതീഷ് കുമാറിനെ കൈവിട്ടില്ല. മുസ്ലിം ഭൂരിപക്ഷമുള്ള പല സ്ഥലങ്ങളിലും നിർണായകമായ വിജയം നേടാൻ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞു. ബി ജെ പി പിന്താങ്ങുന്ന ബി ജെ പിയുടെ ഘടകകക്ഷിയായ ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് നേടാൻ കഴിഞ്ഞു. ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും പലയിടത്തും മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ വോട്ട് കിട്ടി. അവിടുത്തെ മുസ്ലിങ്ങൾ മതത്തിൻ്റെ പേരിലല്ല കാര്യം കാണുന്നത്. അവിടുത്തെ മുസ്ലിങ്ങൾ വികസനത്തിൻ്റെ പേരിലാണ് നിതീഷ് കുമാറിന് വോട്ട് ചെയ്തത്. അവർക്ക് കിട്ടിയ റോഡ്, അവർക്ക് കിട്ടിയ വൈദ്യുതി, അവർക്ക് കിട്ടിയ ഗ്യാസ് കണക്ഷൻ, അവർക്ക് കിട്ടിയ ശൗചാലയങ്ങൾ, അവരുടെ പെൺമക്കൾക്ക് കിട്ടിയ സ്കോളർഷിപ്പുകൾ, അവരുടെയൊക്കെ ഭാര്യമാർക്ക് കിട്ടിയ പ്രതിമാസ പെൻഷൻ, ഇതൊക്കെ അവരെ സ്വാധീനിച്ചു. ഇവർ തന്നെയാണ് 30,000 രൂപ മാസം പെൻഷൻ കൊടുക്കാമെന്ന് രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനത്തെ തള്ളിക്കളഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രചരണങ്ങൾ യാതൊരു കാരണവശാലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരെ സ്വാധീനിക്കുകയോ ചെയ്യുന്ന ഒന്നല്ല. പിന്നെ മറ്റൊന്ന് ഒരു ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം. മലയാളം TV എന്ന് പറഞ്ഞ ഒരു ചാനൽ കാണുന്നുണ്ടായി. അവരെത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് കേട്ടു, ബീഹാറിൽ ഇടതുപക്ഷം കരുത്ത് കാട്ടി. ആരായതിൻ്റെ ഉടമസ്ഥനെന്ന് എനിക്കറിഞ്ഞില്ല. ബീഹാറിൽ ഇടതുപക്ഷം കരുത്ത് കാട്ടി. 253 അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിലേക്ക് 4-5 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു മുന്നണി സംവിധാനത്തിൽ. ഇതാണോ ഇടതുപക്ഷം കരുത്ത് കാട്ടുന്നത്? CPM ഒരു സീറ്റാണ് കിട്ടിയത്, മറ്റേ CPI-ML കിട്ടിയത്. ഇത് കരുത്താണ്, ഇതാണോ കരുത്ത്? അപ്പം ഇത് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ തുടങ്ങിയതിന് ശേഷം അവർ സ്വീകരിച്ചൊരു സമീപനം, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ചെറുതാക്കി കാണിക്കാനുള്ള സമീപനം, ഈ തെരഞ്ഞെടുപ്പ് വിജയം വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്താണെന്നുള്ള ഒരു സമീപനം, വോട്ടേഴ്സ് ലിസ്റ്റ് തിരുത്തിയാണ് ഉണ്ടാക്കിയെന്നുള്ളൊരു സമീപനം, ഇതൊക്കെ എത്ര നാളത്തേക്ക് ഈ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ കൊണ്ടുപോകാൻ പറ്റും? ആദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞു, അത് ചീറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ വോട്ട് ചോരി യാത്ര നടത്തി, അത് അതിൻ്റെ മറ്റൊരു പരുവത്തിലായി. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയത്തെ സത്യസന്ധമായി സമീപിക്കുന്ന ഒരു നേതാവല്ല രാഹുൽ ഗാന്ധി. ഈ മനുഷ്യനുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പരിപൂർണ നാശമായിരിക്കും ഫലം. കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന രാഹുവാണ് ഈ രാഹുൽ ഗാന്ധി. കഴിയുന്നതും വേഗം ഈ മനുഷ്യനെ, ഈ രാജ്യത്തോടെ സ്നേഹമില്ലാത്ത, കൂറില്ലാത്ത, എന്ത് നീചത്വവും പറയുന്ന, ഏത് അവിഹിതമായ മാർഗത്തിലൂടെയും അധികാരം തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന, യാതൊരു യാഥാർത്ഥ്യബോധവുമില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്ന ഈ രാഹുൽ ഗാന്ധിയെ എത്രയും വേഗം നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കുന്നു എങ്കിലേ കോൺഗ്രസ് രക്ഷപ്പെടും. ജനാധിപത്യ ബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഇന്ത്യയിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകണം എന്ന് വ്യക്തിപരമായി എനിക്ക് ആഗ്രഹമുണ്ട്. അത്തരം ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുള്ളൂ. മറ്റ് പ്രാദേശിക പാർട്ടികൾ ധാരാളമുണ്ട്, അവർക്കൊക്കെ പ്രാദേശിക താല്പര്യമാണ്. ഈ പ്രാദേശിക പാർട്ടികൾ മുഴുവൻ അഴിമതിക്കാരെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. മറിച്ച് ഇന്ത്യയെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്ന, ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും BJPക്ക് ബദൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പക്ഷേ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുന്നത് ഒരു ആൻറ്റി ഇന്ത്യനാണ്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഇറ്റാലിയൻ കോൺഗ്രസ് അല്ല. അത് കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞിട്ടില്ല, പക്ഷേ ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞു. ഈ ഇറ്റാലിയൻ ആധിപത്യത്തിൽ നിന്നും ഇന്ത്യക്കാരെ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രക്ഷിക്കേണ്ട ദൗത്യമാണ് നിങ്ങൾക്കുള്ളത്, കോൺഗ്രസിനുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പാത പിന്തുടരാനാണ് കോൺഗ്രസ്സുകാരുടെ തീരുമാനമെങ്കിൽ സംശയിക്കേണ്ട, കോൺഗ്രസ് ഇവിടെ അവസാനിക്കുകയാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനിവാര്യമാണ് താനും. ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന്, ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്, ഇതിലെല്ലാം ഉപരിയായി ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. അയാൾ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ ജനതയാണ് ബീഹാറിൽ ഈ സഖ്യത്തെ, മഹാഗഡ്ബന്ധൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.